1990 കാലഘട്ടം ഇന്ത്യ രാജ്യത്ത് ഈ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ജനതതി വിറങ്ങലിച്ചു നിന്ന ഒരു കാലം. ഇന്ത്യയുടെ നാലുപാടും RSSും സംഘപരിവാറും അവർ ഫാസിസത്തെ പത്തി വിടർത്തിയാടുകയാണ്. 90 കാലഘട്ടം ആർത്തിരമ്പി വരുന്ന സംഘശക്തികൾ ഈ രാജ്യത്തെ ദലിതുകളും പിന്നോക്ക ജനവിഭാഗങ്ങളും ന്യൂനപക്ഷങ്ങളും പകച്ചു നിന്നു പോവുകയാണ്. ആയുധങ്ങളും അധികാരങ്ങളും കയ്യിലൊതുക്കി തെരുവോരങ്ങളും പട്ടണങ്ങളും കൈയടക്കി ആയുധധാരികളായ സവർണ സംഘം, സവർണ ഫാസിസ്റ്റുകൾ ഇന്ത്യയുടെ തെരുവോരങ്ങളും നാടിന്റെ കലാപപ്രദേശ കലാപങ്ങളുമാക്കി ഉറഞ്ഞു തുള്ളിയപ്പോൾ ശബ്ദിക്കാൻ ആളില്ലാതിരുന്ന കാലം, മിണ്ടാൻ കൽപ്പില്ലാതിരുന്ന ഒരു കാലം, ഈ നാടിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ പ്രതിരോധത്തിന്റെ ഒരംശം പോലും ഉയർത്തിവിടാൻ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് കഴിയാതിരുന്ന ഒരു കാലം. ആ കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നു കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു പുത്തൻ മുന്നേറ്റത്തിന്റെ, ഒരു പുത്തൻ ഉണർവിന്റെ, ഒരു പ്രതിരോധത്തിന്റെ ധീരമായ ശബ്ദമായി അബ്ദുൽ നാസർ മഅ്ദനി വരികയായി. നിരാരംഭരും നിർധനരുമായി ജീവിച്ചു പോയ ഒരു ജനതയ്ക്ക് അദ്ദേഹത്തിന്റെ യാത്രകൾ പ്രതീക്ഷകളായി. അവഗണിക്കപ്പെടുന്ന, അണിച്ചമർത്തപ്പെടുന്ന ഈ രാജ്യത്തെ അവർണ ജനവിഭാഗങ്ങൾക്ക് ഒരു പുത്തൻ ചിന്തയുടെ, ഒരു പുത്തൻ ഉണർവിന്റെ, ഒരു പ്രതിഷേധത്തിന്റെ നാമ്പിന്റെ ശബ്ദമായി അബ്ദുൽ നാസർ മഅ്ദനി ഒരു കൊടുങ്കാറ്റായി കേരള രാഷ്ട്രീയത്തിൽ സഞ്ചരിക്കുകയായി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? PDP കേരളീയ സമൂഹത്തിൽ ഉയർത്തിവിട്ട വിചാരം എന്തായിരുന്നു? പ്രിയമുള്ളവരെ, അവർണർക്കധികാരം, പീഡിതർക്ക് മോചനമെന്ന ഈ മുദ്രാവാക്യം കുറച്ചൊന്നുമല്ല ഇന്ത്യ രാജ്യത്തും കേരളത്തിലും പ്രകമ്പനം കൊള്ളിച്ചത്. അവർണനധികാരം, പീഡിതർക്ക് മോചനമെന്ന മുദ്രാവാക്യമുയർത്തി അബ്ദുൽ നാസർ മഅ്ദനി കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലും പട്ടണങ്ങളിലൂടെയും RSSകാരൻ ബോംബ് വെച്ച്